നമ്മളെപ്പോഴും ജീവയെ കാണുന്നത് കോൺസ്റ്റന്റ്ലി ഫൺ മൂഡിലുള്ള വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളെന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രസന്റ് ആവുന്നത്. പക്ഷെ ഒരു ഹ്യൂമൻ ബീയിങ് മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. നമുക്ക് നമ്മുടേതായ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ജോലിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കിതിനെ ഹൈഡ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടി വരും. ആ ഒരു ബാലൻസ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ഞാൻ 90% ഈ പറഞ്ഞ ആളാണ്. ഫൺ ലവ് എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് നെഗറ്റിവിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ വിഷമം കാണുമ്പോൾ ഞാൻ അവിടുന്ന് പോകും. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ദേഷ്യം മാത്രം വളരെ കുറച്ച്. പക്ഷെ ഇപ്പം മാറുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം കൂടെ കണ്ടിട്ട് ചില സമയത്തൊക്കെ ദേഷ്യം വരാറുണ്ട്. പക്ഷേ ദേഷ്യം മാത്രം ഏറ്റവും ലാസ്റ്റ് നിവർത്തികേടുകൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ഏറ്റവും ഫണ്ണായിട്ടുള്ള രീതിയിൽ കാണാനാണ് എനിക്കിഷ്ടം. എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും ഇപ്പം നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ട ഒരു പരിപാടിയാണ്. എല്ലാവരും പറയുന്നത് കേൾക്കണം. എപ്പോഴും നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു പരിധിക്കപ്പുറം ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം എന്നോട് പറഞ്ഞ കുറച്ച് സമയം നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും സീരിയസ് പറ്റില്ല എന്നാൽ അതിൻ്റെതായിട്ടുള്ള സമയത്ത് സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ വരാറും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ദേഷ്യമൊക്കെ വരാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അയാൾ എന്തുകൊണ്ടായിരിക്കും എന്നോട് ദേഷ്യപ്പെട്ടത്, എന്നോട് അങ്ങനെ പെരുമാറിയെന്ന് ചിന്തിക്കും. ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ ഇമോഷൻസിന് വാല്യൂ അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരാത്തത്. അങ്ങനെ ശത്രുതയൊന്നും, അതുകൊണ്ട് പണിയും കിട്ടും ഇടയ്ക്ക്. അത് പിന്നെ ലൈഫാണല്ലോ, എല്ലാം വന്ന് പോകണമല്ലോ. അപ്പം എല്ലാം വന്നു പോകും. എല്ലാം അതിൻ്റെ സങ്കടം വന്നാൽ ഞാൻ വിഷമിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഞാൻ എനിക്കറിയാം സങ്കടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണി പാളും, നമ്മളെ ഭയങ്കരമായിട്ട് അത് നശിപ്പിക്കും. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യം മതി എനിക്ക് സന്തോഷിക്കാൻ. വൈകിട്ടൊരു ചായ കുടിക്കാൻ സന്തോഷമാണ്, പിന്നെ സിനിമ കാണുമ്പോൾ സന്തോഷമാണ്, ചുമ്മാ വണ്ടി എടുത്ത് പുറത്തു പോകാൻ സന്തോഷമാണ്, വെറുതെ വണ്ടി നോക്കിയിരിക്കാൻ സന്തോഷമാണ്, പാട്ട് കേൾക്കാൻ സന്തോഷമാണ്, ഗെയിം കളിക്കാൻ സന്തോഷമാണ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്നും വന്നാല് പിന്നെ ഏതെങ്കിലും പിന്നെ മറ്റേ ആപ്പിൽ കയറി 2 ഡ്രസ്സങ്ങ് ഓർഡർ ചെയ്യും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഈ മറ്റേ സാമ്പാറിനകത്ത് വിരൽ വെക്കുമെന്ന് പറയുന്ന പോലെ ഇന്നലെ വന്നാൽ അപ്പം ഒരെണ്ണെടുത്ത് H&M ഷർട്ട് ഉണ്ട് ഇതങ്ങ് വാങ്ങിക്കും. ഹാപ്പിയാവും. വെറുതെ ഇരിക്കുന്ന ഷൂ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കും, എല്ലാം ഒന്നുകൂടെ ഓർഗനൈസ് ചെയ്ത് വെക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എടുത്ത ഡിസിഷനിൽ ഏറ്റവും നല്ലത് എന്നിപ്പോൾ തോന്നുന്നത് ഏതായിരിക്കും? എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അക്കാഡമിക്സ് ചിലപ്പം എനിക്ക് വഴങ്ങാത്ത പരിപാടിയായിരിക്കും. വേറെ എവിടെ പോയാലും എനിക്ക് ചിലപ്പോൾ ഇത്രയും സന്തോഷം ഉണ്ടാവണമെന്നില്ല. അപ്പം ഏറ്റവും നല്ലൊരു ഡിസിഷൻ ഒന്നതായിരിക്കും. പറഞ്ഞ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത് നല്ല ഡിസിഷൻസിൽ ഒന്നാണ്. സരിഗമപ്പയുടെ കോള് വന്നപ്പം പേടിച്ച് മാറാതെ എടുത്ത ഡിസിഷനാണ്. കാർ എടുത്തത് എല്ലാം അങ്ങനെ ഇന്നതായിട്ടൊന്നുമില്ല. കുറേ നല്ല ഡിസിഷൻ. എൻ്റെ ഫാമിലിയെ നാട്ടിൽ നിന്ന് കൊണ്ട് എറണാകുളത്ത് താമസിപ്പിക്കാന്നുള്ളത് നല്ല ഡിസിഷനായിരുന്നു. അങ്ങനെ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് സ്റ്റേജിലേക്ക് പോയി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ എല്ലാം ബ്ലെൻഡായി നമുക്ക് കിട്ടുക കൂടെ വേണം ഒരു ലൈവ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഗോൾഡൻ മൊമെന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചതോ, അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് എന്തെങ്കിലും ജീവിക്കാൻ ഓർമ്മയുണ്ടോ? ഷോസിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇപ്പം വീണ ശ്രീവാണിയായിട്ടുള്ള കുറേ കോണ്ടന്റ്സ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാത്ത ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ എങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും അല്ല പിന്നെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ വന്നത്, വേറെ തന്നെ ആയി. അതൊക്കെ ചിലപ്പോൾ എൻ്റെ ഗ്രോത്തിന് അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നാണോ ആങ്കർ ചെയ്യാൻ ആദ്യമായിട്ട് സൂര്യ മ്യൂസിക്കിൽ ഒരു ഓഗസ്റ്റ് 18 അതെനിക്ക് ഡേറ്റ് ഇന്നും ഓർമ്മയുണ്ട്. 18 ഞാൻ ആദ്യമായിട്ടാണ് കയറിയിട്ട് സൂര്യ മ്യൂസിക് ഇഷ്ടംപോലെ പാട്ടെന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആരോട് വേണ്ട പറയാം, ഞാൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജോലികളിലൊന്നാണ്. നമ്മൾ ചെയ്യുന്ന ഒരേ സാധനമാണെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാർ വേറെ, സംസാരിക്കുന്ന കാര്യങ്ങൾ വേറെ അല്ലേ, ജോലി ഒന്നാ. അങ്ങനെ തോന്നിയിട്ടില്ലേ? പക്ഷെ ഓരോരുത്തരല്ലേ കാണുന്നത്, ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ അറിയുന്നത്. അപ്പം പിന്നെ നമ്മളെ കുറേ പേര് അറിയുന്നു. അത് ഞാൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജോലികളിലൊന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അതിന് അത്രയും ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത് ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടില്ല. ഓക്കെ ഇത്ര സ്റ്റേജ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഏറിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അല്ല,
കൃത്യമായിട്ട് ഇപ്പോഴും ഷൂട്ടിൻ്റെ ദിവസം മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് ഇന്ന ദിവസം കൃത്യമായിട്ട് എൻ്റെ കോസ്റ്റ്യൂംസ് പ്ലാൻ ചെയ്യും. അടുത്ത 2 സ്കെഡ്യൂൾസിൻ്റെ കോസ്റ്റ്യൂം പ്ലാൻ ചെയ്യും. അവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്രസൻസ് ഓഫ് മൈ ലൈക്ക് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കത്തില്ല, വേറെ ഒരു കാര്യത്തിലും ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. ഞാൻ അങ്ങനെയാണ്. പിന്നെ ഇപ്പം 2 ദിവസം മുമ്പ് തണുത്തത് എന്നാലും തൊണ്ടയടയ്ക്കും. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പ്രിപ്പറേഷൻ ഇപ്പോഴും ഞാനതിനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ കൊടുക്കുന്ന റെസ്പെക്റ്റും ഇൻപുട്ടും. അപ്പോൾ അതെനിക്ക് പല പല കാര്യങ്ങളിൽ എനിക്ക് പിന്നെ ത്രൂ ഷോസ് ഗോൾഡൻ മൊമെന്റ്സ് ആയിട്ട് എനിക്ക് തിരിച്ച് റിട്ടേൺസ് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഷോയിൽ സംഭവിക്കുമ്പോഴാണല്ലോ നമ്മുടെ ഷോ ആൾക്കാർ അറിയുന്നതും നമ്മുടെ ഷോയിലേക്ക് പിന്നെ കൂടുതൽ ഓഡിയൻസ് വരുന്നതും അതിലൂടെ നമ്മുടെ ആൾക്കാർ കാണുന്നതും നമ്മൾ ആസ് എ പേഴ്സൺ, ആസ് എൻ ആങ്കർ, ആസ് എൻ ആക്ടർ നമ്മൾ ആൾക്കാരിലേക്ക് എത്തുന്നു. അങ്ങനെയാണല്ലോ.